മശായിഖന്മാർക്ക് പറഞ്ഞിട്ട് പ്രത്യേകത ഒന്നുമില്ല, ഒറ്റ ശരീഅത്തേ ഉള്ളൂ. ആ ശരീഅത്തിന് ഇവിടെ അംഗീകാരം കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോയി എന്നാണ്. അതും ഇവിടെ വന്ന് പറഞ്ഞതാണ്, അതും കൂടി പറഞ്ഞോട്ടെ. നമ്മളോട് കൽപ്പനയാണ്, നിങ്ങൾ എന്നെ പിന്തുടരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പിന്തുടർന്നുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ. ആ ശരീഅത്ത് ഇപ്പൊ രണ്ടെണ്ണമില്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് മൗലവിമാരുടെ ശരീഅത്താണ്, ഞാൻ ഔലിയാക്കളുടെ ശരീഅത്താണെന്ന് അങ്ങനെ രണ്ട് ശരീഅത്തില്ല, ഒറ്റ ശരീഅത്ത് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഒരൊറ്റ ശരീഅത്ത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഔലിയാക്കൾ അങ്ങനെ പറയൂല കേട്ടോ, കള്ളന്മാരെ പറയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്ന വലിയായി. അതുകൊണ്ടാണ് ഔലിയാക്കളായ മുഴുവൻ മഹാന്മാരും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയത്. നേരത്തെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വായിച്ചു കേൾപ്പിച്ചു, അസാസുൽ ഖൈരി മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖൗലിഹി വ ഫീലിഹി. എന്ത് ഖൈർ കിട്ടണമെങ്കിലും അതിന്റെ അടിത്തറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. എന്തിനാ അത് കൊണ്ടുവരുന്നത്? മശായിഖിനെ എതിർക്കാൻ വകുപ്പുണ്ടാക്കുക ഒറ്റ ശരീഅത്തേ ഉള്ളൂ. മശായിഖിന് അങ്ങനെ പ്രത്യേക അങ്ങനെ ഒരു സംഭവമല്ല. അതൊക്കെ താങ്കളെ ഒന്ന് പഠിപ്പിക്കാൻ തന്നെ ഞങ്ങളെ തീരുമാനം. ഒറ്റ ശരീഅത്തേ ഉള്ളൂ, അതിന് തർക്കമൊന്നുമില്ല. ഞങ്ങളും അതന്നെ പറയുന്നത്, ഒറ്റ ശരീഅത്തേ ഉള്ളൂ. ആ ശരീഅത്താണ് ശരീഅത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ ശരീഅത്തിന്റെ ഘടന എങ്ങനെ? ഇന്നമ ശരീഅത്തു അലാ മർതബതൈനി. ശരീഅത്ത് രണ്ട് മർത്തബയിലാണ്. ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി അൽ-അജീബത്തുൽ മർദിയ അൻ അഇമ്മത്തുൽ ഫഖഹാ വസൂഫിയ അതിൽ കാണാം മർതബത്തുൻ യസ്ലു ഇലൈഹാ ഗാലിബുൻ നാസ് ബിഅഫ്ഹാമിഹിം. സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ശരീഅത്തിന്റെ ഭാഗം. വമർതബത്തുൻ ലാ യസ്ലു ഇലൈഹാ ഇല്ലാ ഖവാസുഹും മിൻ ത്വരീഖിൽ കശ്ഫി. കശ്ഫിലൂടെ ഇൽഹാമിലൂടെ ഔലിയാക്കന്മാര് പ്രത്യേകക്കാര് മാത്രം മനസ്സിലാക്കുന്ന മർത്തബ. ശരീഅത്ത് നിങ്ങൾ ഈ 1.25 ശരീഅത്തേറ്റ് നടക്കല്ലി. കണ്ടോ, ഇതിന്റെ അൽ അജീബത്തുൽ മർദിയയുടെ 248 പേജ്. അതാ പറഞ്ഞ് കിതാബൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഓതണം, തൽക്കാലം ഓതിയതൊന്നും പോരാ. 48 പേജിൽ പറഞ്ഞിട്ടില്ലേ, വഖദ് റവത്ത് തുബറാനി മർഫൂഅ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന ശരീഅത്തി ജാഅത് അലാ 360 ത്വരീഖ. എന്റെ ശരീഅത്ത് 360 വഴികളിലൂടെ വന്നിട്ടുണ്ട്. മാമിൻ ത്വരീഖിൻ യസ്ലുഖുൽ അബ്ദുൽ മുഅ്മിൻ ഇല്ലഹ്തദാ വനജാ മിൻ അദാബിന്നാർ. 360 വഴികളിൽ എന്റെ ശരീഅത്ത് വന്നിട്ടുണ്ട്. ആ വഴിയിൽ നിന്ന് ഏതിലൊന്നിൽ കടന്നാലും അവൻ രക്ഷപ്പെട്ടു. ഈ 360 വഴികൾ ഒരാൾ അറിഞ്ഞിരിക്കണം. ആ വഴികളിൽ ഒന്നും ഇല്ലെങ്കിലേ നിഷേധിക്കാൻ പറ്റൂ. അല്ലാതെ നിഷേധിക്കാൻ പോയാൽ അൽ ഇൻകാറു ഫർഉം മിനൻ നിഫാഖ്. മശായിഖന്മാരെ എതിർത്തവൻ മുനാഫിക്കാണെന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇമാം ശഅറാനി പറയാണ്, ഫഇൻ അഅതാഖല്ലാഹു തആല യാ അഖി അൽ ഇൽമ ബിഹാദിഹി തുറുഖ് കുല്ലിഹാ. 360 ത്വരീഖത്ത് വഴികളിലൂടെയുള്ള ശരീഅത്തും നിനക്കറിഞ്ഞാൽ, എങ്ങനെ അറിയണം? ഓതിയിട്ടല്ല, അലാ വജ്ഹിൽ കശ്ഫി വൽ യഖീൻ. കശ്ഫ് യഖീൻ മാർഗത്തിലൂടെ വനദർത ഫിഹാ, അതിൽ മുഴുവൻ നോക്കി. വലം തജിദ് ദലീലൻ ലിഖൗലി ദാലികൽ ഫഖീഹി അവി സൂഫി. 360 വഴികളിൽ നോക്കുമ്പോ ആ കർമ്മശാസ്ത്ര പണ്ഡിതൻ അല്ലെങ്കിൽ ആ സൂഫി പറഞ്ഞതിന് ദലീലെത്തിയില്ലെങ്കിൽ ഫലക, അപ്പോൾ നിനക്ക് പറ്റും ഹീന ഇതിൻ അൽ ഇൻകാർ. ആ സമയത്ത് നിനക്ക് ഇൻകാർ ചെയ്യാം, നിഷേധിക്കാം, വിമർശിക്കാം. അങ്ങനെ എത്തിയ ഫഖഹാ വിമർശിച്ചാൽ മശായിഖ് ഒന്നും പറയൂല, കാരണം അവരും മശായിഖായിരിക്കും. അതാ ഷഹറാനി ഇമാം പറഞ്ഞത്. അല്ലാതെ ഏടുന്ന ഒരു ഇബാദത്തിന്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് ഏത് എതിർക്കുന്നവനും ഇവിടെ നിങ്ങൾ വകുപ്പുണ്ടാക്കി കൊടുക്കാനുള്ള ഏർപ്പാടാണെങ്കിൽ അത് നടക്കൂല. മാത്രല്ല, അത് എന്തിനാ കൂടുതൽ പറയുന്നത്? നിങ്ങളെ നേതാവൻ അതിനെതിരെ പ്രസംഗിച്ചതല്ലേ? അഹ്മദുൽ ബദവി തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്ക് മറക്കണ്ട. 4 അഖ്താബീങ്ങളിൽ
വരുന്ന ആളാണ് അൽ അഖ്താബുൽ അർബയിൽ വരുന്ന ആളാണ് അഹ്മദുൽ ബദവി തങ്ങള്. അവരെ കുറിച്ച് ആരോപണമുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന പലരും പ്രത്യക്ഷത്തിൽ ദീനിനെതിരായിരുന്നു. ആ വിഷയം അവരെ മുന്നിൽ പോയി പറഞ്ഞപ്പോൾ അതെന്റെ ശരീഅത്താണ്, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിയമമനുസരിച്ച് നീങ്ങിയാൽ മതിയെന്ന് അഹ്മദുൽ ബദവി തങ്ങൾ പറഞ്ഞു എന്ന് ഈ ഭൂമി മലയാളത്തിൽ പ്രസംഗിച്ചത് സാക്ഷാൽ AP ഉസ്താദാണ്. അപ്പൊ ശരീഅത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് കള്ളനാണ് എന്നാ പറഞ്ഞ്. ആരാ അവിടെ കള്ളൻ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അന്നത്തെ ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ചിലപ്പോൾ ശരീഅത്തിന് ഒക്കാത്ത ചില കാര്യങ്ങളുണ്ടായി എന്ന് വരാം. പെട്ട സയ്യിദ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു അൽ അഖ്താബുൽ അർബഅത്തു എന്ന് പറഞ്ഞുകൊണ്ട് 4 കുതുബുകൾ എണ്ണപ്പെടുന്നതിൽപ്പെട്ട ആളാണ്. അൽ അഖ്താബു സിത്തത്ത് എന്ന് പറഞ്ഞാലും സയ്യിദ് അഹ്മദുൽ ബദവി തങ്ങൾ ആ കുതുബുകളിൽപ്പെട്ടവർ ആണ്. ഔസല്ലാഹും شيخ محي الدين عبد القادر الجيلاني قدس الله سره ونفعنا به الشيخ أبو العباس أحمد الكبير الدفاعي رضي الله عنه شيخ المشايخ الشيخ إبراهيم الدسوقي رضي الله عنه سيد أحمد البدوي رضي الله عنه الأقطاب الأربعة എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽ അഖ്താബു സിത്തത്ത് എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ കുതുബുൽ ഔലിയാഇ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു തങ്ങളും സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി തങ്ങളും ഉൾപ്പെടുന്നു. അങ്ങനെ ഈ അഖ്താബു സിത്തത്തിലും അഖ്താബു അർബഅത്തിലും എല്ലാം പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചിലപ്പോൾ മുരീദന്മാർക്ക് വാഹിദു ശരീഅത്തിനെതിരായി ചിലത് കണ്ടിരുന്നു എന്ന് പറയപ്പെടും. അവരെ സംബന്ധിച്ച് അവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പിൻപറ്റാൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ശരീഅത്ത് പിൻപറ്റിക്കൊള്ളണം, അതിനെതിരായി എന്നിൽ നിന്ന് കണ്ടാൽ എന്റെ ശരീഅത്ത് അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിലായത്ത് ഉറപ്പായതിന്റെ ശേഷമാണ്. ഉറപ്പായതിന്റെ ശേഷമായ ഇവിടെ സംസാരമേ ഉള്ളൂ. ഇവിടെ സംസാരം ഉറപ്പില്ലാത്തവരെ കുറിച്ചില്ല. ചർച്ച ചെയ്യുന്നത് ശൈഖ് മടവൂരിനെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹു. അതുപോലെയുള്ള മശായിഖിനെ സംബന്ധിച്ചാണ്. അഹ്മദുൽ ബദവി തങ്ങള് ശരീഅത്തിന് വിരുദ്ധമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ചില പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു അതെന്റെ ശരീഅത്താണ്, അത് നിങ്ങൾ പിന്തുടരണ്ട, നിങ്ങൾ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ, എന്റേത് നോക്കാനും വരണ്ട. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അവരെ വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി, അതല്ലേ ഫഖീഹ്, എന്താണ് ആ വാക്കിന്റെ ഒക്കെ ഒരു രുചി. അവർ പറയാ മശായിഖിന്റെ സമീപത്ത് എത്തിയാൽ അന്നശഇല സാലിക്കി, ആ സാലിക്ക് സുലൂക്ക് കിട്ടിയ ആള്, അവന്റെ ശഅ്ന്, അവന്റെ കാര്യം അയ്യകൂന ബൈന യദൈ ശൈഖിൽ മയ്യിതി ബൈന യദൈൽ ഗാസിൽ, മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുന്നിൽ മയ്യത്ത് ഏതുപോലെയാണോ അതുപോലെ ശൈഖിന്റെ മുന്നിലാകണം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവരാടോ ഫഖീഹ്. വിമർശിക്കണമെന്ന് പറഞ്ഞ് അതിന് തെളിവുണ്ടാക്കുന്ന ഇമ്മൗലവിമാരാണ് സാക്ഷാൽ ഇബ്നു തൈമിയ്യയുടെ അനന്തരക്കാർ. ഹത്താ ലൗ കാനത് ലഹു ഉലൂമുൻ. കണ്ടോ, ഇമാം ഇബ്നു ഹജർ പറയാണ്, ഒരാൾ ഒരു ശൈഖിന്റെ സമീപത്തെത്തി, അവൻ നേരത്തെ പഠിച്ച ഇൽമ് അവന്റെ സമീപത്തുണ്ട്, ഔ റുസൂമുൻ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നഖലുകളുണ്ട്, ഉദ്ധരണികളുണ്ട്, ഔ അഅ്മാലുൻ, അല്ലെങ്കിൽ അവൻ തുടർന്നു പോരുന്ന അമലുകളുണ്ട്. മശായിഖിൽ നിന്ന് കേട്ടത് അതിനെതിരായി പോയാൽ ഫൽയുരിദ് അൻഹാ,
ആ കിതാബിലുള്ളതും ഇൽമും അതിനെ തൊട്ട് തിരിഞ്ഞു കളയണം. വലാ യൽതഫിത്ത് ഇലൈഹാ, അവൻ പഠിച്ച ഇൽമിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഈ എഴുതി വെച്ചത് ഇബ്നു ഹജറുൽ ഹൈതമിയാണ്. എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്ന് നയം വ്യക്തമാക്കാൻ പേരോടിനാകുമോ? തോക്ക മൗലവിക്കാകുമോ? വെടിപൊട്ടിച്ചാൽ പോരാ, മറുപടി പറഞ്ഞോളണം. എവിടെ നിന്നാങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? എന്നിട്ട് ഖിളിർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭവം ഉദ്ധരിച്ചിട്ട് ഇയാൾ തെളിവുണ്ടാക്കുക. മൂസാ നബി അവിടെ ചെയ്തത് ഏറ്റവും നല്ല പണിയാണ്, ചോദ്യം ചെയ്തത് ഉഷാറായിപ്പോയി. ഖിളിർ നബി അതന്നെയാണല്ലോ, ഖിളിർ അലൈഹിസ്സലാമും അതന്നെയാണല്ലോ പറഞ്ഞത്. ചോദിക്കണം എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ചോദിക്കുമല്ലോ, ചോദിക്കണം എന്നാണ് മൂപ്പരും പറഞ്ഞതെന്നാണ്. പച്ച നോണ പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ, തിരു ഹദീസിന്റെ പേരിൽ മശായിഖന്മാരെ വിമർശിക്കാൻ തെളിവ് തേടുന്ന ഈ വ്യാജ ഫുഖഹാക്കൾ, നരകത്തിന്റെ വിറകുകൊള്ളികൾ, ഇവരെ വിമർശിക്കരുത് എന്നാണോ പറയുന്നത്? ഖിളിർ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. നിങ്ങൾക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തായാലും വിമർശിക്കണ്ടേ? നിങ്ങൾ കുറ്റക്കാരനല്ലല്ലോ എന്ന് നേരത്തെ തന്നെ ഖിളിർ അലൈഹിസ്സലാം പറഞ്ഞില്ലേ? അപ്പോ മൂസാ നബി അലൈഹിസ്സലാം മഅസൂമാണ്, തെറ്റിയുന്ന ആളല്ല. ഒരു തെറ്റ് മൂസാ നബിയിൽ സംഭവിക്കൂല. അപ്പൊ മൂസാ നബി ചെയ്ത തെറ്റല്ല, വിമർശിക്കണ്ടേ തന്നെയാണ്, വിമർശിച്ചു. ഖിളിർ അലൈഹിസ്സലാം ചെയ്തത് തെറ്റല്ല, കാരണം ഖിളിർ അലൈഹിസ്സലാം ഒരു നബിയാണ്. നബിക്ക് അല്ലാഹു തആല വേറെ വഹി അറിയിച്ചിട്ടാണ് മഹാനവറുകൾ ചെയ്യുന്നത്. ഈ സംഭവത്തിന്റെ ഒരു ചുക്കുചാക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്തിനാണ് ഉലമാ ഇത് കൊണ്ടുവന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? വിശദീകരിക്കാൻ നേരല്ല, ഒന്ന് രണ്ട് വാക്ക് നോക്കൂ. ഖാല ലഹു മൂസാ ഹൽ അത്തബിയുക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദാ. മൂസാ നബി ഖിളിർ നബിയോട് പറഞ്ഞു, ഖിളിർ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. നബിയാണോ വലിയാന്നൊക്കെ ചർച്ച ഉണ്ട്. സൂഫിയത്ത് അത് വലിയാണ് എന്ന് പറയുന്നവരാണ്. മൂസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഹൽ അത്തബിയുക, ഞാൻ നിങ്ങളോട് പിന്തുടർന്നോട്ടെ, നിങ്ങളടുത്തുള്ളത് എനിക്ക് പഠിപ്പിച്ചു തരാൻ. നല്ല പോയിന്റ് അല്ലേ അവിടെയൊക്കെ. മൂസാ നബിന്റെ അടുത്തേക്ക് ഖിളിർ അലൈഹിസ്സലാം അങ്ങോട്ട് പോയതല്ല, ഖിളിർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മൂസാ നബി പോയതാ. ഏതുപോലെ ഉവൈസുൽ ഖർനി എന്നവർ ഖുലഫാഉർ റാഷിദിന്റെ അടുത്ത് അങ്ങോട്ട് പോയതല്ല, അവരിങ്ങോട്ട് വന്നതാ. എന്നിട്ട് ചോദിക്കുന്നു, ഞങ്ങളൊപ്പം കൂടിക്കോട്ടെ. ഖാല ഇന്നക ലൻ തസ്തതിയ മഅയ സുബ്റാ, എന്റെ കൂടെ ക്ഷമയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കൂടണമെങ്കിലുള്ള നിബന്ധന എന്താ? ഫഇനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഅ, അൻ ശൈഅ, ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചോളിന്നല്ല, ചോദിക്കാൻ പാടില്ല എന്നാ. നേരെ എതിരാ അർത്ഥം വെക്കണം. ലൈല് എന്ന് വായിക്ക, പകല് എന്ന അർത്ഥം. നേരെ എതിരാ. ചോദിക്കരുത് എന്നാ പറഞ്ഞേ. ഇനി മൂപ്പര് ചോദിച്ചു പോയപ്പോ എന്താ പറഞ്ഞ്? ഞാൻ ചെയ്തത് തെറ്റൊന്നല്ല, നിർബന്ധമായൊരു കാര്യം ചെയ്തു എന്നാ പറഞ്ഞു. ലാ തുആഖിദിനി. ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ലാ തുആഖിദിനി, എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലി, ബിമാ നസീത്, ഞാൻ മറന്നുപോയതാ. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ, പഴിച്ചുപോയി, പ്രയാസം ഉണ്ടാക്കല്ലി. യാചിക്കാണ്, വേണമെങ്കിൽ ശിക്ഷിക്കാൻ അധികാരം അവിടെ ഉണ്ട്. അതുകൊണ്ടാ ലാ തുആഖിദിനാ ഇൻ നസീനാ എന്ന് അള്ളാഹിനോട് പറഞ്ഞ മാതിരി തന്നെയല്ലേ ഖിളിർ അലൈഹിസ്സലാമിനോട് വാചകത്തിൽ ഒന്നല്ലേ അത്. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോ ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇവിടെ അവസാനിക്കുകയാണ് ബന്ധം. ഹബീബായ തങ്ങൾ പറയാണ്, ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് മൂസാ അലൈഹിസ്സലാം ക്ഷമയോടെ നിന്നിരുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ കാണുമായിരുന്നു. മൂസാ അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അതിൽ പഠിപ്പിച്ചു കൊടുത്തൊരാശയുണ്ട്. അതെന്താ? അതാണ് അഹ്ലുസുന്നയുടെ നേതാവായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, വലാ തഅ്തരിദ് ഫീമാ ജഹിൽത മിൻ അംരിഹി അലൈഹി ഫഇന്നൽ ഇഅ്തിറാദ തനാസുഉ. ഔലിയാക്കന്മാരെ മുമ്പിൽ നീ എത്തിയാൽ നീ അവരെ വിമർശിക്കാൻ പാടില്ല കേട്ടോ. വലൗ യകുൻ അലാ ഗൈരി മശ്റൂഅ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിന്റെ വീക്ഷണത്തിൽ അത് ശറഇനെതിരാണ് എന്നാൽ പോലും യഥാർത്ഥത്തിൽ ശറഇനെതിരാവില്ല. കാരണം ശറഇ അവരുടെ കയ്യിലാണ്. പിന്നെ എങ്ങനെ അത് ശറഇനെതിരാകുക?
ഇപ്പൊ കുട്ടിയെ കൊന്നു ഖിദർ അലൈഹിസ്സലാം, നിന്റെ വീക്ഷണത്തിൽ അത് ശറഈനെതിരാ, യഥാർത്ഥത്തിലോ ശറആണത്, നിർബന്ധമായ കാര്യ ചെയ്ത്. അതല്ലേ ഇവിടെ സംഭവിച്ചത്. ഫസമ്മ മഖാദിഉ, ചിന്തിക്കണം, ചതിക്കുഴികളുണ്ട് അവിടെ. അറിയാതെ വിമർശിക്കാൻ പോയ അനക്കാ നഷ്ടം. അതിന്റെ തെളിവെന്താ? വസല്ലിം ലഹു എന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവ് പറയുന്ന കേട്ടോ. ഫഫീ ഖിസ്സത്തിൽ ഖിദ്റിൽ കരീമി കിഫായതു ബിഖത്ലി ഗുലാമിൻ വൽ കലീമു യുദാഫിഉ. ഖിദ്ർ അലൈഹിസ്സലാമും മൂസാ നബിയും തമ്മിലുള്ള സംഭവത്തിൽ ഇതിന്റെ മതിയായ രേഖ നിനക്കുണ്ട്. അതുകൊണ്ട് മശായിഖന്മാരാണ് ശരീഅത്തിന്റെ ആളുകളിൽ തർക്കല്ല. പക്ഷേ ആ ശരീഅത്ത് ഈ പഠിച്ച ഈ ചെറിയ ഇട്ടാവട്ടത്തിലുള്ളത് മാത്രമാണ് മനസ്സിലാക്കരുത്. അത്രയും വിശാലമാണ് ശരീഅത്ത്. കശ്ഫും ഇൽഹാമൊക്കെ വന്ന് 360ഓളം വഴികളിൽ സ്ഥിരപ്പെട്ട ശരീഅത്തിൽ ആ 360-ൽ 1% പോലും ഈ സമസ്ത 40 പഠിച്ചിട്ടില്ല. സുലൈമാൻ മൗലവിയാണ് ഈ ഇസ്തിസ്നാ ഇതാക്കി.